ആലപ്പുഴ ആലപ്പുഴയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താറിയോ? ഈ ആലപ്പുഴയെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. അതെന്ന് വെച്ചാൽ CPM-ന്റെ അകത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ കുറേ പേര് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ കീഴ്ഘടകങ്ങൾ, ബ്രാഞ്ച് കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികളൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ പണ്ടുതൊട്ടേ പ്രവർത്തിച്ചിരുന്ന സഖാക്കൾക്ക് ഇപ്പോൾ രക്ഷയില്ല എന്നൊരു പൊതുധാരണ അവിടെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഒരു തലതൊട്ടപ്പൻ നമ്മുടെ സഖാവ് സജി ചെറിയാൻ ചെങ്ങന്നൂർ മത്സരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെ അഗൈതവുമായ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഈ അരിയും പലരും വാങ്ങിച്ചു വീട്ടിൽ കാത്തു വച്ചോടാന്നുള്ള മുദ്രാവാക്യം, കുന്തിരിക്കം വാങ്ങിച്ച് അതിന് അനുവാദം കൊടുത്തത് ആരുടെ താല്പര്യപ്രകാരം എന്നറിയാം? ആലപ്പുഴയിൽ ഇരട്ടക്കൊലപാതകം കഴിഞ്ഞ അധികം ദിവസമായി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അങ്ങനെ ഒരു പ്രകടനം നടത്താനായിട്ട് സാധാരണയിൽ കളക്ടറോ പോലീസ് സൂപ്രണ്ടോ അനുവാദം കൊടുക്കുമായിരുന്നില്ല. അനുവാദം കൊടുത്തതല്ല, അനുവാദം കൊടുപ്പിച്ചത് സജി ചെറിയാൻ്റെ താല്പര്യപ്രകാരമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട്. അത് പാർട്ടിയെ ബാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ വെച്ചാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നോക്കിയാൽ മതി. ഈ കായംകുളത്തും ഹരിപ്പാട്ടും അമ്പലപ്പുഴയിലൊക്കെ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ട് എത്രയാണ് എന്ന് നോക്കാം. ആ വോട്ട് എവിടെ നിന്നാണ് വന്നത്? കോൺഗ്രസിൽ നിന്നാണോ? അല്ല, കോൺഗ്രസിൻ്റെ വോട്ട് പൂർണ്ണമായിട്ടും അല്പം കൂടുതലും കൂടി KC വേണുഗോപാലിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വോട്ട് എവിടെ നിന്നാണ് വന്നേ? 2 സ്ഥലത്ത് ആ ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തി. അതെങ്ങനെ സംഭവിച്ചു? ആരിഫ് എങ്ങനെ 3ാം സ്ഥാനത്ത് പോയി? ആ വോട്ട് വന്നത് CPM-ൽ നിന്നാണ്. CPM-ന്റെ വോട്ട് കുറഞ്ഞപ്പോഴാണ് ശോഭ 2ാം സ്ഥാനത്ത് എത്തിയത്. അങ്ങനെയാണ് KC വേണുഗോപാലിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചത്. അപ്പം ഇത് സംഭവിച്ചത് ആ വോട്ട് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസം പണ്ടേയില്ലാണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വരണേക്ക് മുമ്പ് തന്നെ ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിൽ, ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ, ഈവൻ കോഴിക്കോട്ടും വടകരയിലും കണ്ണൂരും വരെ പാർട്ടിക്കാരുടെ വോട്ട് ചോർന്നു പോകാൻ തുടങ്ങി. ചോർന്നു പോകുന്നത് കോൺഗ്രസിലേക്കല്ല, അത് BJP-യിലേക്കാണ്. ആ നിലയിലെത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പാർട്ടിയുടെ അടിത്തറ, അത് വളരെ പ്രധാനപ്പെട്ട, ഏത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പാർട്ടിയുടെ അടിത്തറ വളരെ ശക്തമാണ്. അടിത്തറ മാത്രം പോരല്ലോ, മേൽക്കോട്ടേക്കുള്ള ഭാഗം എന്ത് ചെയ്തു? മേൽക്കൂരയ്ക്ക് എന്ത് സംഭവിച്ചു? ഉത്തരവത്തിന് എന്ത് പറ്റി? കഴുക്കൊല്ലെന്ത് പറ്റി? മേജ ഓടിനെന്ത് പറ്റി? അതൊക്കെ പോയി. അടിത്തറ വളരെ ശക്തമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമുക്ക് കേൾക്കാം 2026-ലും ഗോവിന്ദൻ മാഷ് തന്നെയാണല്ലോ നമ്മുടെ പാർട്ടി സെക്രട്ടറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താത്വികമായിട്ടുള്ള വിശകലനം അവിടെ ഈ ഗോവിന്ദ മാഷെ കാണുമ്പോഴാണ് സത്യനാന്തിക്കാട് ശ്രീനിവാസനൊക്കെ എത്ര വലിയ പ്രതിഭാശാലികളെന്ന് നമ്മൾ ഓർക്കും. ഇല്ല, 1992 റിലീസായ പടമാണ് സന്ദേശം. ആ ശങ്കരാടി മരിച്ചിട്ട് എത്ര കൊല്ലേ? ശ്രീനിവാസനും മരിച്ചു. പക്ഷേ ഗോവിന്ദ മാഷ ഉള്ളിടത്തോളം കാലം അതെനിക്ക് യാതൊരു കുറവ് സംഭവിക്കില്ല. അത് നമ്മൾ എന്നും ഓർത്തുകൊണ്ടേയിരിക്കും. കുമാരപിള്ള സാറിൻ്റെ റോളിൽ താത്വികമായിട്ടുള്ള വിശകലനമാണ്.